നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമുസ് പിളർത്തിക്കൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ വീണ്ടും കളം നിറഞ്ഞിരിക്കുകയാണ്. ഒരിഞ്ച് ഇറാനോട് മെരുങ്ങാതെ നിൽക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീണ്ടും യുദ്ധം കടുക്കുമോ എന്നുള്ള ആശങ്കയുടെ മുൾമുനയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ വൈറ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗം ഒരു തീരുമാനവുമില്ലാതെയാണ് പിരിഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിലധികം നീണ്ട നിർണായക ചർച്ചകൾക്ക് ശേഷവും യാതൊരു അന്തിമ ധാരണയുമില്ലാതെയാണ് ട്രംപ് മടങ്ങിയതെന്ന് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത്, ഒരു സമാധാന ചർച്ചയുണ്ടാകും, യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന വലിയ ആശ്വാസമായിരുന്നു ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അമേരിക്ക ഒരു തീരുമാനവും എടുക്കാതെ ചർച്ച പാതി വഴിയിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇറാനുമായി ഇനി ചർച്ചകൾ മുൻപോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ അമേരിക്ക ഇപ്പോൾ നടത്തിയിരിക്കുന്ന നീക്കം വീണ്ടും ഹോർമുസിലേക്ക് പടക്കപ്പലുകൾ അയച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോയതിന് കാരണം ഇസ്രയേലാണ് എന്നുള്ള വലിയ വിമർശനം വരുന്നു. അതായത്, യുദ്ധം വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെ കയറിയടിച്ച് തീർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇസ്രയേലിനുള്ളൂ. സമാധാന ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ യുദ്ധം ഒരു സമാധാന ചർച്ചയിലൂടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പാകാതെ പോകും. ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ നിലപാടെന്നും അതുകൊണ്ട് ഒരിഞ്ച് പിന്നോട്ടേക്കില്ല എന്നും ഇസ്രയേൽ കടുപ്പിക്കുമ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ള ചില വിമർശനങ്ങളാണ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രയേലിന്റെയും കളിപ്പാവയായി ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നുള്ള വിമർശനവും ശക്തമാകുന്നു. ഹോർമുസിലേക്ക് വീണ്ടും പടക്കപ്പലുകൾ അയച്ച് ഇറാനെ ചൊടിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്തിരിക്കുന്നത്. IRGC ഇപ്പോൾ വീണ്ടും അവരുടെ ശക്തി കേന്ദ്രങ്ങളെ ഉണർത്തി ഹോർമുസിലേക്ക് മൈനുകൾ വിതറാനുള്ള നീക്കങ്ങളും തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ആ കപ്പൽ പാത, ആ ഒരു ഇടുങ്ങിയ പാത ഒന്ന് തുറന്നു കിട്ടണമെന്നുള്ള ആവശ്യമാണ്. അവിടെ സമാധാനപരമായി കാര്യങ്ങൾ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം. അമേരിക്ക വീണ്ടും കടുപ്പിച്ചാൽ, യുദ്ധത്തിലേക്ക് തന്നെ ഇറങ്ങി പുറപ്പെട്ടാൽ അറബ് രാജ്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലാകും. ഇറാൻ അവരെ ആയിരിക്കും ആക്രമിക്കാൻ പോകുന്നത്. അങ്ങനെ വലിയ ഒരു ഭീതിക്ക് നടുവിലേക്ക്, മുൾമുനയിലേക്ക് തന്നെ ലോകരാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി അറബ് രാജ്യങ്ങളാണ് നേരിടുന്നത്. US-ഉം ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ധാരണയായി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ട്രംപ് അടിയന്തര യോഗം വിളിച്ചത്. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനും ആ സമയത്തിനുള്ളിൽ ഇറാന്റെ തർക്ക വിഷയമായ ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ നടത്താനുമായിരുന്നു ഈ താൽക്കാലിക കരാറിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച നടന്ന യോഗത്തിന് മുന്നോടിയായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ കടുത്ത നിബന്ധനകൾ പരസ്യമാക്കിയതോടെ കാര്യങ്ങൾ സങ്കീർണമായി. അമേരിക്ക ആവശ്യപ്പെടുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കരാറിന് ഇറാൻ വഴങ്ങുക എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നും ട്രംപ് ഒരു ചതിയനാണെന്നും ഞങ്ങൾ അമേരിക്കയുടെ താളത്തിന് തുള്ളാൻ നിൽക്കുകയല്ല എന്നും അമേരിക്കയ്ക്ക് മുൻപിൽ അങ്ങനെ മുട്ടുമടക്കാൻ ഇറാനെ കിട്ടില്ല എന്നും IRGC തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംഘർഷബാധിതമായ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഇറാൻ വീണ്ടും തുറന്നു നൽകണമെന്നും അവിടുത്തെ കടൽ മൈനുകൾ മുഴുവൻ നശിപ്പിക്കണമെന്നും ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊപ്പം ഇറാൻ ഇനി ഒരിക്കലും ആണവ ബോംബ് നിർമ്മിക്കില്ല എന്ന് ഉറപ്പ് നൽകണമെന്നും അവരുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ അമേരിക്കയെ അനുവദിക്കണമെന്നതുമാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ പരമാവധി കാരണത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ ഈ നിബന്ധനകളെ തുടക്കം മുതലേ ശക്തമായി എതിർക്കുകയാണ്. തന്റെ കടുത്ത നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒരു കരാറിലും ട്രംപ് ഒപ്പുവെക്കില്ല എന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും ഇറാനെ സൈനികമായി നേരിടാനുള്ള എല്ലാ സാധ്യതകളും അമേരിക്ക തുറന്നിട്ടിരിക്കുകയാണ്. സിംഗപ്പൂരിൽ നടന്ന ഏഷ്യയിലെ പ്രമുഖ പ്രതിരോധ ഫോറമായ ഷാംഗ്രില ഡയലോഗിൽ സംസാരിക്കവേ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു. കരാർ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം അഴിച്ചുവിടാൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്ന് പെന്റഗൺ മേധാവി മുന്നറിയിപ്പ് നൽകി.
ലോകമെമ്പാടും അമേരിക്കയ്ക്കുള്ള ആയുധ ശേഖരം ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമാണെന്നും എന്നാൽ ഇറാൻ ആണവായുധം കൈക്കലാക്കുന്നത് തടയുന്ന ഒരു ഗ്രേറ്റ് ഡീൽ ഉണ്ടാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോഴും ക്ഷമയോടെ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഈ ഭീഷണിയുടെ സ്വരത്തോടും നയതന്ത്ര നീക്കങ്ങളോടും കടുത്ത അവിശ്വാസമാണ് ഇറാൻ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് 2 തവണ തങ്ങളെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണിന്റെ വെറും വാക്കുകളിലോ ഉറപ്പുകളിലോ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ല എന്ന് ഇറാന്റെ മുഖ്യ പ്രതിനിധി മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കി. US പ്രായോഗിക സമീപനം സ്വീകരിക്കാതെ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് എക്സിൽ കുറിച്ച അദ്ദേഹം ഇറാൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് ചർച്ചകളിലൂടെയല്ല, മറിച്ച് മിസൈൽ കരുത്തിലൂടെയാണ് എന്ന കടുത്ത പ്രസ്താവനയും നടത്തി. സമാനമായ രീതിയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ ചീഫ് കമാൻഡർ മൊഹസൻ റസായിയും ട്രംപിന്റെ നയതന്ത്രത്തെ രൂക്ഷമായി വിമർശിച്ചു. നാവിക ഉപരോധം തുടരുകയും അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ട്രംപ് 3ാം തവണയും തങ്ങളെ വഞ്ചിക്കുകയാണെന്നും അമേരിക്കയ്ക്ക് സമാധാനപരമായ ചർച്ചകളിൽ താല്പര്യമില്ല എന്നും ഇറാനിയൻ ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് വഴി അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസവും വാക്പോരും ഇത്രത്തോളം കടുത്ത സാഹചര്യത്തിൽ മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാൻ കരാർ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഒരു തരത്തിലും തങ്ങൾ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ യുദ്ധം കടുപ്പിക്കുമെന്നും കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്നും അമേരിക്ക പറയുന്നു. അതിന് ഞങ്ങൾ തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ വെല്ലുവിളിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു പോർവിളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇസ്രയേൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇറാനെ കയറി അടിക്കുന്നതിന്. അവർ ഒരു പൂർണ്ണ യുദ്ധത്തിന് തയ്യാറായി കാത്തിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ കയറി അടിച്ചു തീർക്കാൻ കാത്തിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. അങ്ങനെ വീണ്ടും അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നതിലേക്ക് എത്തുമോ? അതിനു മുൻപ് ഇറാൻ തിരിച്ചടിക്കുമോ? ഗൾഫ് മേഖല വീണ്ടും യുദ്ധക്കളമാകുമോ? ഒരുപാട് പ്രതിസന്ധികളാണ് പശ്ചിമേഷ്യയെ ചൂഴ്ന്നു നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.